ഹായ് ഗൈസ്, എനിക്കിന്ന് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. ഞാൻ കുറേ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന്. ഇതെൻ്റെ അടുത്തൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു. ഇല്ല എന്നാൽ ആളുടെ എന്തെങ്കിലും ഐറ്റമൊക്കെ വന്നതായിരിക്കും എന്ന് കരുതി. പക്ഷെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും സംഭവം തുറന്നു നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിരുന്നു എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ സാധനങ്ങളൊന്നും അല്ലല്ലോ വേണ്ടത്. ഈ ഒരു പാണ്ട കണ്ടില്ലേ, എനിക്ക് ഇവനാണെങ്കിലും മതി, ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഇത്രയും ഗിഫ്റ്റ്, കുറേ ചോക്ലേറ്റ് എല്ലാം കൂടി കണ്ടപ്പോഴത്തേക്കും പണ്ട് നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ ആ ഒരു മൈൻഡില്ലേ, അതുപോലെ ആയിപ്പോയി. എന്തെടുക്കണം, ഏതെടുക്കണം, എങ്ങനെ നോക്കണം. പിള്ളേരൊക്കെ അടുത്ത് വന്നിട്ട് ഞാൻ എല്ലാത്തിനെയും ഓടിച്ചു വിട്ടു. വേണ്ട പപ്പ എനിക്ക് തന്ന ഗിഫ്റ്റല്ലേ, ഞാനല്ലേ ഫസ്റ്റ് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ എൻഗേജിൻ്റെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഒരു പേളിൻ്റെ മാല. ഇതും ഞാൻ കുറേ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഈ ഒരു ചെയിൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, ചിപ്പിയുടെ അകത്തൊരു മുത്തൊക്കെ ആയിട്ട്, ഈ മുത്തെടുത്ത് നമ്മൾ ആ മാലയിൽ കോർത്തൊക്കെ ഇടണം. അതും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മാലയൊക്കെ എടുത്ത് കോർത്തൊക്കെ നോക്കി, കുറേ നേരമൊക്കെ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഒരു വാലൻറ്റൈൻസ് ഡേക്ക് കിട്ടും തന്നെയുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനെ കിട്ടുന്നതും. അതുകൊണ്ടിട്ടാണ് തോന്നുന്നു ഭയങ്കര സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തടത്തോളം സന്തോഷം. അടിപൊളിയായിരുന്നു. ഇത് സത്യം ആദ്യം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ കരുതിയത് കുട്ടികൾക്കുള്ള എന്തോ ഐറ്റം ആയിരിക്കും. ഇത്രയും ബോക്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെയാണ് പോയി മേടിച്ചത്. അപ്പോൾ ഇവന്മാർക്കുള്ള എന്തെങ്കിലും ഐറ്റം ആയിരിക്കും എന്നുള്ളതാണ് കരുതിയത്. പക്ഷേ വീട്ടിൽ വന്ന് തുറന്ന് പയ്യെ നോക്കിയപ്പോഴത്തേക്കാണ് റെഡ് ലവിൻ്റെ ആ ഒരു റാപ്പിംഗ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി സംഭവം എനിക്കുള്ള എന്തോ ആണെന്നുള്ളത്. അപ്പോൾ പിള്ളേരൊക്കെ പിണങ്ങി നടക്കുകയാണ്, കാരണം അമ്മക്ക് മാത്രം ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പേജിൽ നിന്നാണ് എനിക്ക് ഇത് തന്നത്. നയന വിജയൻ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഹസ്ബൻഡിന് ഇത്രയും ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യങ്ങളും ഹസ്ബൻഡ് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇത്രയും ഗിഫ്റ്റ് വയ്ക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി, എന്ത് പറയണം എന്നറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമല്ലേ. എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണേ, അതാണ് എനിക്ക് ഇത്ര സന്തോഷം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ക്യൂട്ട് ബോക്സും, അതിൻ്റെ അകത്ത് കുറേ ഗിഫ്റ്റുകളും കുറേ ചോക്ലേറ്റും. ചോക്ലേറ്റ് എൻ്റെ കുട്ടികളൊക്കെ ആ സമയത്തേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ചോക്ലേറ്റ്, കുറച്ച് സ്പ്രേ ഉണ്ട് നമ്മുടെ. അപ്പോൾ അതിൽ സ്പ്രേ ഉണ്ട്, പെൻഡൻ്റ് ഉണ്ട്. അങ്ങനെ നല്ലൊരു ക്യൂട്ട് ബോക്സും കുറേ ഗിഫ്റ്റും കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രണയദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ.